ഹേ ഗൈസ്, എല്ലാ ബോയ്സ് ആൻഡ് ഗേൾസിനും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ടുഡേ നമ്മൾ GTA 5 ഒരു മോഡാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ GTA 5 ഏകദേശം നമ്മുടെ മിഷൻസൊക്കെ തീർന്നു. അപ്പോൾ നമ്മളിനി മോഡ് പ്ലേ ആയിട്ടാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സ്പിരിറ്റ് ലോറിയാണ്. സോ നമ്മുടെ ക്യാരക്ടറെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ വന്നിട്ട് അമ്പത്തൂർ സിംഗണ്ണൻ. യാ ഗൈസ്, അമ്പത്തൂർ സിംഗണ്ണനാണ് ദ മോസ്റ്റ് പോപ്പുലർ സ്പിരിറ്റ് കടത്തുന്ന മാൻ. യാ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാണെന്ന് തോന്നുന്നു തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നു. സോ നമ്മളിപ്പോഴും ഓഫർ കൊടുത്തിട്ടുണ്ട് മച്ചാന്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിലേക്ക് കുറച്ച് സാധനം വേണം. ആ സാധനത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും മച്ചാനാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മളെ TN രജിസ്റ്റേർഡ് സ്പിരിറ്റ് ലോറി ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ഫുൾ സ്പിരിറ്റാണെന്ന്. അല്ല ഗൈസ്, ഇതിനകത്ത് കംപ്ലീറ്റ് പച്ചവെള്ളമാണ്. ഈ പച്ചവെള്ളം കളഞ്ഞിട്ട് നമ്മൾ സ്പിരിറ്റ് കയറ്റാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ വീടാണ് ഈ കാണുന്നത്, നമ്മുടെ ഗോഡൗൺ ആണ് കാണുന്നത്. നമ്മുടെ ഒരു കച്ചറ ഏരിയയിലാണ് ഗൈസ് നിൽക്കുന്നത്. ഫുൾ കച്ചറ ടീംസാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഫുള്ള് എന്താ പറയുക, വീടുകളൊന്നും ഇല്ലാത്ത ആ ടൈപ്പ് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയയാണ്. ഇവിടെ ഒന്നും പോലീസ് അങ്ങനെ അധികം വരാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റൽ ഡിറ്റക്ടറാണ് ഉപയോഗിക്കുന്നത്. സോ പോലീസ് വന്നാൽ മെറ്റൽ വാരി എറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും പോലീസൊന്നും ഇവിടെ കറങ്ങാറില്ല. പക്ഷേ ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു പോലീസുകാരനെ കാണാൻ വേണ്ടി സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ അയാൾക്ക് പേടിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. പക്ഷേ അയാൾ എപ്പോഴും നമ്മളൊരു സെക്യൂരിറ്റി ഗാർഡായിട്ട് നമ്മൾ കരുതും. പക്ഷേ ഓരോ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളെ ഗൈസ്, നമ്മുടെ സ്പിരിറ്റ് ലോറി എന്ന് പറയുന്ന HP-യുടെ ഒരു പെട്രോളിയത്തിൻ്റെ ലേബലൊക്കെ അടിച്ചിട്ടുള്ള ഒരു ലോറിയാണ് ഗൈസ്. സംഭവം മനസ്സിലായിട്ടുണ്ടല്ലോ, അതുതന്നെ സംഭവം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പച്ചവെള്ളമൊക്കെ നമ്മൾ കളഞ്ഞിട്ട് നമുക്കിതിനകത്ത് സാധനം കയറ്റണം. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന മച്ചാനാണെങ്കിൽ തീർച്ചയായും പോയിട്ട് ലൈക്ക് ചെയ്യുക ആൻഡ് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ മെയിൻ ഹൈവേയിലൂടെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പോവുകയാണ്. ആഹാ, പോണ സമയത്താണ് നമ്മൾ ഒരു സംഭവം കാണുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മയിൽ വാഹനം ഗൈസ്. യാ മാൻ, ബെൻസ് ലോറി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കാണിച്ചു തരാം. മരം എടുത്തിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ഈ ഒരു ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോറിയാണ്. കണ്ട, കിടിലൻ സാധനം ഗൈസ്. ഇതിൻ്റെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തന്നാണ്. നമ്മളൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഈ ടണലിൽ തീരുന്നതിൻ്റെ മുന്നേ നിങ്ങളെല്ലാവരും പോയി ലൈക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ, ടണൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊന്നുമല്ല, നമ്മൾ സ്പിരിറ്റ് നിറയ്ക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ഫാമിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ സ്പിരിറ്റ് നിറയ്ക്കുന്നത്. ആർക്കും അറിയില്ല, നമുക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കയറുകയാണ് ഈ പോക്കറ്റ് റോഡ്. അപ്പോൾ ഈ പോക്കറ്റ് റോഡിലേക്ക് കയറുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഗൈസ് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളൊരു ഫാം സ്ഥിതി ചെയ്യുന്നത്. ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എരുമ, പോത്ത്, പശു എന്നീ തുടങ്ങിയ കുറുക്കൻ ചത്തുപോയി കൊണ്ടാരം പോട്ടെ എന്ന് നമുക്ക് വന്യമൃഗങ്ങളെ ലഭിക്കുന്ന വന്യമൃഗങ്ങളല്ല, നമ്മുടെ നാട്ടിൻപുറത്തെ കിടിലൻ മൃഗങ്ങളെ പരിപാലിക്കുന്നൊരു കേന്ദ്രമുണ്ട്. സോ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. കാരണം ഇവിടെ കംപ്ലീറ്റ് നമ്മൾ എനിമീസാണ് ഗൈസ്. അപ്പോൾ ഈ എനിമീസ് എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സംഭവം നമ്മൾ വേഷം മാറിയിട്ടൊക്കെയാണ് പോകുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ശൃംഖല നെറ്റ്വർക്കാണ്. സോ ആ പച്ച കാണുന്ന അല്ലെങ്കിൽ പച്ച കളറിൽ കാണുന്ന ഒരു സ്ഥലത്ത് ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസ് നടക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ടാങ്കേഴ്സ് കാണാൻ പറ്റും, അല്ലെങ്കിൽ വലിയ ടാങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്തു കൂടെ പോകുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഒന്നിൽ പാല്, ഒന്നിൽ തൈര്, ഒന്നിൽ മോര്, ഇതൊക്കെയാണെന്ന വിചാരം. പക്ഷേ അല്ല ഗൈസ്, ഒന്നിൽ പാലാണെങ്കിൽ ഒന്നിൽ സ്പിരിറ്റ്, ഒന്നിൽ തൈരാണെങ്കിൽ ഒന്നിൽ സ്പിരിറ്റ്. ഇതാണ് സംഭവം, ഇതാണ് ഇവിടെ നടക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട്. ഗോഡൗണിലൊരു ട്രാക്ടറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ വണ്ടി ഇട്ടതിന് ശേഷം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നിറയ്ക്കുന്ന ടീംസൊക്കെ ആരാണെന്ന് നമുക്ക് കാണാനൊന്നും പറ്റില്ല. സോ ഞാനിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. നടന്ന് വരുമ്പോഴത്തേനും എന്തായാലും ഈ ഒരു ടാങ്ക് ഫില്ല് ചെയ്യും അവർ. സോ ഞാൻ വണ്ടിയൊക്കെ ഇട്ടിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ അവിടെ കാണുന്ന ടാങ്കർ, ഞാൻ ആ ടാങ്കേഴ്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഗോമാതാക്കളൊക്കെ ഉണ്ട്. ഓക്കെ, അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, മുന്നിൽ കണ്ടില്ല ഒരു 3 ടാങ്കർ. അതിലൊന്നിൽ പാലും, ഒന്നിൽ തൈരും, ഒന്നിൽ സ്പിരിറ്റുമാണ് ഗൈസ്.
അത് ആർക്കും അറിയില്ല, എന്തായാലും കുത്തിപ്പൊളിച്ച് നോക്കാനൊന്നും പറ്റില്ലല്ലോ. സോ ഇതൊക്കെ ഈ റോഡിൻ്റെ അടിയിൽ കൂടെയാണ് ഗൈസ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. സോ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം ടാങ്ക് ഫില്ലായിട്ടുണ്ടാവും. ടാങ്ക് എന്ന് പറഞ്ഞാൽ ഹൈ കംപ്രഷനിലാണ് നമ്മൾ സ്പിരിറ്റ് നിറയ്ക്കുന്നത്. സോ ഓക്കെ, അപ്പോൾ നമ്മളെ സ്പിരിറ്റ് ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇത് ഡെലിവേർഡ് ചെയ്യണം. ഡെലിവേർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലമുണ്ട്, അതായത് സാൻഡി ഷോറിലേക്ക് പോകുന്ന സ്ഥലത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോയിട്ടാണ് ഡെലിവേർഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ടീംസ് ഉണ്ട്. അതായത് നമുക്ക് ആ റോഡിന് മാത്രമേ നമുക്കിത് പോകാൻ പറ്റുള്ളൂ. അത് നമ്മൾ ട്രിക്ക് പരമായിട്ട് പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അവർ ഒറ്റും. മേരി വെതേഴ്സിൻ്റെ ടീമാണ്. ആമാരറിയാല, ആമാർ സീനാണ്. സോ ഞാൻ വണ്ടി ഒന്ന് റിവേഴ്സ് എടുക്കുകയാണ്. ഗോ. ഇപ്പോൾ നമുക്ക് വയലൻസ് ഒന്നും പറ്റില്ല, കാരണം ഇപ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ട്, സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഷോട്ട് എടുക്കുകയാണ്. ഈ ഒരു ടാങ്ക്, ഈ 3 ടാങ്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് കംപ്ലീറ്റ് ആകട്ടോ. സംഭവം ഫാമാണ്. ഫാമിൻ്റെ രൂപത്തിൽ നമ്മൾ സാധനമൊക്കെ തരികയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ടറിവുകൾ, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, നമ്മൾ കണ്ട സംഭവങ്ങളൊന്നും അല്ല ഇത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. നമ്മൾ ജസ്റ്റ് പോവുക, അമ്പത്തൂർ സിങ്കണ്ണനാണെന്ന് പറയുക, വണ്ടി വെക്കുക, സാധനം ലോഡ് ചെയ്യും, നമ്മളെടുക്കുക, പോവുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഈ ഒരു റോഡിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ റോഡിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു സൈഡ്, വലത്തെ സൈഡിൽ കാണാൻ പറ്റും. ഈ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടീമാണ്. കണ്ട, ഒരു വണ്ടിയൊക്കെ എടുത്ത് പോകാൻ നിൽക്കുന്നുണ്ട്. കണ്ട, അപ്പോൾ അത് കാണിച്ചാൽ കണ്ട, ഇവന്മാർ ഭയങ്കര ടീമാണ്. ഇവന്മാർക്ക് ഫുൾ നെറ്റ്വർക്കാണ്. ഇവന്മാർ ചിലപ്പോൾ വിളിച്ച് പറയാനുള്ള സാധ്യതയുണ്ട്. ഇവന്മാരെന്തിനാണ് നമ്മളെ ബാക്കിൽ വരുന്നത്? അയ്യോ, നമ്മൾ പെട്ടോന്നൊരു സംശയമുണ്ട്. എനിവേസ് കുഴപ്പമൊന്നുമില്ല, നമ്മളെന്തായാലും നമ്മൾ പിടികൊടുക്കാനൊന്നും പോകുന്നില്ല. നോക്കാം നമുക്ക്. അവരെ കാണുന്നില്ലല്ലോ. അയ്യോ, എൻ്റെ മോനെ, പോലീസ് വന്നു. ഞാൻ പറഞ്ഞില്ലേ, പണിപ്പാളിയാ. ഞാൻ പറഞ്ഞു. ഈ പോലീസ് എന്ന് വെച്ചാൽ ആരാന്ന് വെച്ചാലും കേരള പോലീസാണ്. കണ്ട, ബൊലീറേറ്റാണ് നമ്മളെ, ബലഹീനല്ല, ബൊലീറേറ്റാണ് നമ്മളെ പോലീസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ പോലീസ് കേരള പോലീസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ടോക്കും ചെയ്യാൻ പറ്റില്ല. കാരണം അമേരിക്കൻ പോലീസൊക്കെ ആണെങ്കിൽ നമുക്ക് 4 കൈക്കൂലി കൊടുത്താൽ നമുക്ക് ഊരിപ്പരാം. പക്ഷേ കേരള പോലീസ് നടക്കില്ല ഗൈസ്, ഭയങ്കര സ്ട്രോങ് ആണ്. സോ അവന്മാർ നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ട്, കാരണം സ്റ്റാർ മിന്നുന്നില്ല. അതാ, ഇവന്മാർ എവിടെ പോയാലും നമുക്കിനി റോഡ് ബ്ലോക്കിൻ്റെ ഒരു കളിയായിരിക്കും ഗൈസ്. ഫുൾ റോഡ് ബ്ലോക്ക് ആയിരിക്കും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, റോഡ് ബ്ലോക്ക് എങ്കിൽ റോഡ് ബ്ലോക്ക് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നമുക്ക് എന്തായാലും സാധനം ഇവിടെ സേഫായിട്ട് എത്തിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവന്മാർ പിന്നെയും വന്നോണ്ടിരിക്കണ്ട, ഫുൾ ഡ്രിഫ്റ്റിംഗ് ആട്ടാ. ബൊലേറോ കൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്ന ആകെ ലോകത്താദ്യത്തെ പോലീസാണ് കേരള പോലീസ്. KPൻ്റെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്മാരെ കൊണ്ട് തോറ്റ് ഞാൻ. നമുക്കെന്തായാലും റൂട്ടൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് പോയി നോക്കാം. ഇവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ. ആരടുത്താ നിങ്ങളെ കളി? അമ്പത്തൂർ സിങ്കണ്ണൻ്റെ അടുത്തോ? നടക്കാതെ. വണ്ടിക്കാണെങ്കിൽ വലിയില്ല, ഒരുമാതിരി ചെണ്ട വണ്ടി. കണ്ടോ, പശുവിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇവിടെ സ്പിരിറ്റ് വെച്ചോടാ. എന്താണേ, ഒരുത്തൻ്റെ പാട്ട ഞാൻ പൊളിച്ചിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റാർ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഫോറസ്റ്റിലേക്ക് മറ്റോ കയറി ഹൈഡാവേണ്ടി വരും, അല്ലെങ്കിൽ സീനാണ്. നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ റോഡ് കാണുന്നുണ്ട്, നമുക്ക് എന്താ സ്ഥിതി അറിയില്ല. നമുക്ക് ഇങ്ങോട്ട് കയറിയാൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റാർ കുറയാൻ ചാൻസ് ഉണ്ട്. 100 ലെവൽ കുറഞ്ഞാലേ നമുക്ക് ഈ സാധനങ്ങൾ സേഫായിട്ട് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഇതിലധികം വണ്ടിയൊന്നും പോകുന്നില്ല. ലൈറ്റ് ഹൗസൊക്കെ കാണുന്നുണ്ട്. ഇത് പണ്ടത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു, FIB മർഡർ. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ റോഡിലേക്ക് വരാനുള്ള സാഹചര്യം ഒത്തു വന്നപ്പോൾ നമ്മൾ കടന്നതും പിന്നെയും പോലീസ് വന്നു കഴിച്ചു. ഒരു രക്ഷയില്ല. ഇപ്രാവശ്യം 3 സ്റ്റാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആ റോട്ടിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു.
പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. ഓ മാൻ, പൊളി പൊളി, എൻ്റെ മോനെ, കേരള പോലീസിൻ്റെ റോഡ് ബ്ലോക്ക് പോലീസാണ് ഗൈസ്. പൊളിച്ചടുക്കി ഞാൻ അവന്മാരെ പാട്ട തകർത്തിട്ട് വന്നിട്ടുള്ളത് കണ്ട. അവന്മാർ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ആ വണ്ടിയോട് ബ്ലോക്ക് ചെയ്യാണ്. എന്താണേ പോളി സാധനം. വിടില്ല. അത് നമ്മുടെ നാഷണൽ പെർമിറ്റ് ലോറി പോകുന്നുണ്ട്. ഇത് മൊത്തത്തിൽ കേരള ആയിരുന്നു. പിന്നെ അമ്പത്തൂർ സിംഗണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ചാനത് കേരള പോലീസ് ഒന്നും പോണി ഫുൾ ചില്ലായിട്ടാണ് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഹരാണ്. അടിച്ച് പൊളിച്ചിട്ടാണ് പോവുകയുള്ളൂ. അത് പോലീസായാലും ശരി പട്ടാളായാലും ശരി അതൊന്നും സീനില്ലാതെ പറഞ്ഞിട്ട് പോകുക. കേട്ടോ, ഡ്രൈവിങ് സ്കില്ലുകൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എന്ത് പോലീസ് എന്നായിരുന്നു. ആഹാ, ഇനി വലിയ ടീംസൊക്കെ വന്നിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ സ്പിരിറ്റ് നമ്മൾ അവിടെ എത്തിക്കും. അപ്പോൾ സാൻഡി ഷോറിൽ ഏകദേശം എത്താനായിട്ടുണ്ട്. സാൻഡി ഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ എവിടെ പറയുക, ഏതെങ്കിലും ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്താനായിട്ടുണ്ട്. സോ ആ സ്ഥലത്ത് എത്തിയിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് വേറൊരു ഗോഡൗണിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്തുന്നത്. എന്നാലും നോക്കാം. ഇപ്പോൾ 2 ടീംസാണ്, അതായത് കേരള പോലീസും ഉണ്ട്, NIA ഉണ്ട്. പണ്ടാരം ഇവരൊക്കെ എന്തിനാണ് നമ്മളെ പിടിക്കാൻ വരുന്നത്? എല്ലാം കൂടി നമ്മളെ ബാക്കിൽ ഹാലിളക്കി വരുന്നുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല. ഇനി അല്ല പിന്നെ സ്കില്ല് കാണിച്ചു. സ്കില്ല് ഒരുത്തനും മുന്നിൽ കയറില്ല. ഓടിച്ചടുക്കാവന്മാരെ. ഓ ജസ്റ്റ് മിസ്. എൻ്റെ അമ്മ ഹെലികോപ്റ്റർ വന്നിട്ട് ഇതാണ് നമ്മൾ പണ്ട് വാടക എടുത്ത ഹെലികോപ്റ്റർ. പോലീസുകാർ അടിച്ച് പൊളിക്കാവന്മാരെ. എയർ ആംബുലൻസ് പറഞ്ഞിട്ട് സാധനം എടുത്തിരുന്നു. അത് നേരെ നമ്മൾ പിടിക്കാനുള്ള സംഭവമൊക്കെ കൊള്ളാല. വിടില്ല, ഒരുത്തനും വിടില്ല. ട്രെയിനൊന്ന് പോകണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ട്രെയിൻ വന്നില്ലെങ്കിൽ പൊളിച്ചാണ് കേട്ടോ ഗൈസ്. കാരണം ഇവന്മാർക്ക് ബേക്കിൽ വരാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ട്രെയിൻ വന്നില്ല. ഓ ഗൈസ്, സീനാണ്. ഇവന്മാർ പിന്നെ ഇടി കൊള്ളാൻ വേണ്ടിയിട്ട് മുന്നിൽ വന്നു. അങ്ങനെ നമ്മുടെ ഇടികളെ കയറ്റി വാങ്ങിക്കൊണ്ട് കേരള പോലീസ് നമ്മളെ പിടിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടിച്ച് പൊളിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യം പറയട്ടെ ഗൈസ്. ഇത്രയും ദിവസം നമ്മൾ ഒരുപാട് ഡേയ്സായി വീഡിയോസ് ചെയ്തിട്ട്, കാരണം ഞാൻ ഡെയിലി വീഡിയോ ഇട്ടിരുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥ വരികയും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് ഭയങ്കര സീനായി ഗൈസ്. എൻ്റെ ഫോൺ ഒന്നാമത് നാശമായിപ്പോയി. അതിന് ശേഷം എനിക്കത് നന്നാക്കാൻ വേണ്ടി പറ്റിയില്ല. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സീനായി. ഞാൻ ഫോണിന് വേണ്ടിയിട്ടുള്ള മേടിച്ചിട്ടൊരു ബോയുടെ മൈക്കായിരുന്നു. അത് നമുക്ക് ക്യാമറയിലും ഫോണിലും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരികയാണ്. നിങ്ങൾക്കിപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും, ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഹൈ വോളിയത്തിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് ശരിക്കും ഞാൻ ആദ്യം പറയേണ്ട കാര്യമാണ്, പക്ഷേ അതൊരു ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും അതൊന്നും മൈൻഡ് ചെയ്യരുത് പ്ലീസ്. ആൻഡ് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. ഓക്കെ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ വൈകുന്നത് പറയാൻ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മളെ കയ്യിലില്ല. മൊബൈലാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ളൊരു മൈക്ക് മേടിക്കേണ്ടതുണ്ട്. അതുവരേക്കും ഇങ്ങനെ തന്നെയൊക്കെ റെക്കോർഡ് ചെയ്യുക. സോ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഒന്ന് കീപ്പ് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്വർണ്ണഗലീൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വർണ്ണം കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ആൾക്കാരുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്താ പറയുക, പോലീസുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ആംബുലൻസിൻ്റെ ടീംസൊക്കെ ഉണ്ട്. അവരാണ് നമ്മളെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, കേരള പോലീസിൻ്റെ. സോ കേരളത്തിന് സ്വന്തമായിട്ട് നമുക്ക് ഈ ആംബുലൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ് സംഭവം. നമ്മളേതായാലും നമ്മുടെ ഒരു വിൻഡ് ഉണ്ട്, അതായത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിൻമില്ലുണ്ട്. ആ മില്ലിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവരെ ട്രിക്ക് പരമായിട്ട് നമുക്ക് ഇവരെ എങ്ങനെയെങ്കിലും ഇവരെ കണ്ണു വെട്ടിച്ച് നമുക്ക് അവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഇവർ പോയതിന് ശേഷം നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിപ്പോൾ പോകുന്നത് പോലീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൽ പാളത്തിലൂടെയാണ് ഗൈസ് പോകുന്നത്. ഇവിടെ അധികം പോലീസുകാർ വരാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ നമ്മളെ ബാക്കിലുള്ളത് ആകെ ഈ ഹെലികോപ്റ്റർ മാത്രമാണ്. ഈ പണ്ടാരങ്ങളൊക്കെ നമ്മളെ ബാക്കിൽ
അങ്ങനെ പോലീസിൻ്റെ വണ്ടികൾ, അതായത് ബൊലേറോ കാണുന്നില്ല, എവിടെ ആണെന്നറിയില്ല. പക്ഷേ നമ്മുടെ സ്റ്റിൽ നമ്മുടെ ബാക്കിൽ ഇവരുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പേരറിയാത്തൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അയ്യോ 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 പണി. എൻ്റെ മോൻ, ഇവിടെയൊക്കെ വെച്ചിട്ട് പണി കിട്ടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ നടക്കില്ല. ഇതെന്താ, കടലാണല്ല? ഓ, നമ്മൾ കടലിലേക്കാണ് പോകുന്നത്. തിരിച്ചോ വേഗം തിരിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ പണി കിട്ടും. പെട്ടെന്ന് തിരിക്കുക പോവുക. അപ്പോൾ മറ്റേ ഹെലികോപ്റ്ററിൻ്റെ ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ വരും, പിന്നെ അവരെ നോക്കണ്ട. അവരെ സെർച്ച് ലൈറ്റൊക്കെ നമ്മളെ മുകളിൽ തന്നെയാണ്. കാണണ്ട, ഇപ്പോൾ കാണുന്നില്ല ഗൈസ്. അവന്മാർ പോയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ നമ്മുടെ വാണ്ടഡ് ലെവൽ ഏകദേശം ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവർക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി പോയിട്ടുണ്ടാവുന്നതാണ്. നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തായാലും ചുറ്റിനും പോലീസുകാരുണ്ട്. നമ്മൾ മാപ്പ് നോക്കി അറിയാം. ആ മെയിൻ ഹൈവേയിലൊക്കെ പോലീസുണ്ട്. നമുക്കിവിടെ നിൽക്കാം തൽക്കാലം അവിടെ നിന്നിട്ട് അവർ പോയതിന് ശേഷം. ഓക്കെ, ഹെലികോപ്റ്റർ കാണുന്നില്ല ഗൈസ്. തൽക്കാലം അവിടെ നിൽക്കാം. തൽക്കാലം നിന്നതിൻ്റെ ശേഷം നമുക്ക് എന്താക്കാം, വെല്ലുവിടാം. വാണ്ടഡ് ലെവലിൽ ഇപ്പോഴും ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പോലീസുകാർ പോയിട്ടുണ്ട്. നമുക്ക് പതുക്കെ നൈസായിട്ട് ഇറങ്ങി നോക്കാം റോട്ടിലേക്ക്. അവന്മാർ കാണുമോ? വാണ്ടഡ് ലെവൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതാ പോണു. എൻ്റെ മോനെ, പോട്ടെ. ഇപ്പോൾ ഭാഗ്യം അവർ കണ്ടില്ല, അവർ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു റോട്ടിൽ കൂടെ പോകാമെന്ന് പറഞ്ഞാൽ അത് റിസ്ക്കിയാണ്. അപ്പോൾ നമ്മളെന്താക്കുന്നു, ജസ്റ്റ് ഈ മുകളിലെ റോഡ് എടുത്ത് പോവാണ്. അതെടുത്ത് പോയാൽ മാത്രമേ നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു സ്പിരിറ്റ് ഇന്ന് ഇറക്കൽ നടക്കില്ല. കാരണം രാത്രി അവിടെ സ്പിരിറ്റ് ലോഡ് അൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് പതുക്കെ നൈസായിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ പോകുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ ഇതിൻ്റെ മുകളിലാവുമ്പോൾ അങ്ങനെ ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി വെക്കാം. കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ട് ഒതുക്കാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വണ്ടി ഒതുക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ നിർത്താം. ഇനി നിർത്തിയിട്ടൊരു ചായയൊക്കെ കുടിച്ച് വന്നിട്ട് നൈസായിട്ട് വണ്ടി എടുത്തിട്ട് പോകാം രാവിലെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.